ജന്മാദ്യസ്ഥേതോന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേയ മുഖ്യന്തി യത്സൂര്യ തേജോവാരി മൃതാം മെധാവിനിമയോ യത്രത്തിസർഗോമുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ശുകസാരസ്വതം എന്ന് പറയുന്ന ശുകമഹർഷി ഭഗവാനെ സ്തുതിച്ചതായിട്ടുള്ള ശ്ലോകങ്ങളുടെ അവസാന ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് എന്താ വെച്ചാൽ, യദംഗ്രിയ അനുധ്യാന സമാധി തൗതയ, ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ സദാ ധ്യാനിച്ച് കൊണ്ട് അറിവുള്ളവർ ബുദ്ധിയിൽ പരമമായിട്ടുള്ള തത്വത്തെ കാണുന്നുവോ, അങ്ങനെ മാത്രമേ തത്വത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ഈശ്വരധ്യാനത്തോടു കൂടിയിട്ട് അങ്ങനെയുള്ളതും വദന്തി ചെയ്ത കവയോ യഥാരുചം അറിവുള്ളവർ ഏതൊരു ഭഗവാനെ തൻ്റെ ആ ഒരു നിലയ്ക്കനുസരിച്ചിട്ട് പറയുകയും ചെയ്യുന്നു. ഓരോരുത്തരുടെ നിലയ്ക്കനുസരിച്ചിട്ടാണ് ഈശ്വരനെ അവരവർ കാണുന്നത്. അത് മറ്റൊരാൾക്ക് സ്വീകാര്യമാവണമെന്നോ മറ്റൊരാൾക്ക് അനുഭവം ഉണ്ടാവണമെന്നോ പറയാൻ വയ്യ. കുടിലന്മാർ ആനയെ കാണാൻ പോയ കഥ പറയും. ആന ഏതുപോലെയെന്ന് ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് അവർ പറയുക. കാല് പിടിച്ചവർ പറയും തൂണ് പോലെയെന്നല്ലേ, വയറ് പിടിച്ചവർ പറയും പാറ പോലെ, വാല് പിടിച്ചവർ പറയും ചൂല് പോലെ. സത്യത്തിൽ ആന എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയതാണ്. ചൂല് പോലെയോ പാറ പോലെയോ തൂണ് പോലെയോ അല്ല, ആണോ? അപ്പം അതേപോലെ ഈ പറയണ പോലെ ഒന്നും ആവണം എന്നൊന്നുമില്ല. അപ്പം യഥാരുചം അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് പറയുന്നു. കേൾക്കുന്നവർക്ക് അവരുടെ യൗഗ്യത്തിനും ഭാഗ്യത്തിനും അനുസരിച്ചിട്ട് അനുഭവം ഉണ്ടാവുന്നു. ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ളതായിട്ടുള്ള മുകുന്ദൻ, മഹാത്മ്യത്തോട് കൂടിയതായിട്ടുള്ള മുകുന്ദൻ എൻ്റെ നേരെ പ്രസാദിക്കണമേ. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കാൻ കഴിവുള്ളവർ, ഈശ്വരൻ എന്നർത്ഥം അവിടേക്കുള്ളൂ. പ്രചോദിത ഏന പുരാ സരസ്വതി വിതന്വതാജസ്യ സതി മൃതിം ഹൃതി. അടുത്ത ശ്ലോകം. സ്വലക്ഷണ പ്രാതുരഭൂത് കില സ്യദാ സമേ ഋഷീണാം ഋഷഭപ്രസീദതാം പുരാ. ആദിയിൽ അജസ്യ ബ്രഹ്മാവിൻ്റെ, അജൻ അത് ഇവിടെയൊക്കെ ബ്രഹ്മാവ് എന്നർത്ഥം. ഹൃദയത്തിൽ സതീം സൃഷ്ടിയെ വിഷയമാക്കുന്ന. സതി എന്നുള്ള വാക്കിനൊക്കെ ഓരോരോ സമയത്ത് ഓരോ അർത്ഥം കേട്ടോ. ഇവിടെ എങ്ങനെ സൃഷ്ടിയെന്നേ ശരിയാവുള്ളൂ. സതി സത്സ്വഭാവം ഉള്ളവൾ എന്നുള്ള അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ സൃഷ്ടി എന്ന് എടുക്കാം, അത്രേ പറ്റുള്ളൂ. സൃഷ്ടിയെ വിഷയമാക്കുന്ന സ്മൃതിയും ഓർമ്മയെ വിതന്വത പ്രകാശിപ്പിച്ച ഏന യാതൊന്നിനാൽ പ്രചോദിത പ്രേരിപ്പിക്കപ്പെട്ടിട്ട് സ്വലക്ഷണ അസാധാരണ ലക്ഷണങ്ങളോട് കൂടിയ, തൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. സ്വലക്ഷണ തൻ്റെ ലക്ഷണം കൊണ്ട് സരസ്വതി വേദവാക്ക് ആസത്യ മുഖത്തിൽ നിന്ന് പ്രാദുർഭവിച്ചുവോ ഋഷീണാം ഋഷികളുടെ ഋഷഭ ശ്രേഷ്ഠനായ സ ആ ഭഗവാൻ മേ എൻ്റെ നേർക്ക് പ്രസാദിക്കണമേ പറഞ്ഞിരിക്കണു. കൽപ്പാതി കാലത്തിൽ ഈ ലോക സൃഷ്ടി ബ്രഹ്മാവിന് നടത്തണം. ബ്രഹ്മാവിന് നിക്ഷിപ്തമായിട്ടുള്ള കടമയാണത്. ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾ. ബ്രഹ്മാദി ഈച്ച എറുമ്പോളം കർമ്മബന്ധിതൻ എന്നറിഞ്ഞാലും ആർക്കും തന്നെ കർമ്മത്തിൽ നിന്ന് മുക്തിയില്ല. വെറുതെ വിചാരിക്കുക. ഒക്കെ വേണ്ടാച്ച സന്യസിച്ചാൽ അവിടെ ആശ്രമത്തിൻ്റെ ചുമതലകളുണ്ടാവും. ചിലപ്പോൾ തോന്നും വീടിനേക്കാൾ അപകടമായിപ്പോയി. വീട്ടിലൊന്നുമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കടാന്നെങ്കിലും പറയാമല്ലേ മക്കളോട്. അവിടെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല. ഗംഭീര ഊക്കൻ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ബന്ധമില്ലാത്തവരെയാണ് അവിടെ നിൽക്കണത്. അപ്പം എന്തേ പറഞ്ഞതെന്ന് വെച്ചാൽ കർമ്മ അവിടെയുണ്ട്, എവിടെയും കർമ്മമുണ്ട്. ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ കർമ്മബന്ധിതരാണ് എല്ലാവരും. അതിൽ വെച്ചിട്ട് ഏതാ ഭേദമെന്ന് നമ്മൾ നോക്കണമെന്നേ ഉള്ളൂ. കർമ്മമില്ലാണ്ട് ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. കർമ്മത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടണം എന്ന് വിചാരിച്ച് സന്യസിച്ചാൽ അയാളുടെ കഥ കഴിഞ്ഞത് തന്നെ. ഒരിക്കലും പറ്റില്ല. ഏറ്റവും വലിയ കർമ്മ പദ്ധതിയാണ് സന്യാസം. വീട്ടിലെ മെമ്പർമാരുടെ കാര്യം നമുക്കുള്ളൂ. ആശ്രമത്തിൽ ചിലപ്പോൾ എത്ര അന്തേവാസികളുണ്ടോ അവർ ഈ ലോകമായിട്ട് എവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ
എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവരുടെയൊക്കെ ചുമതലയുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് കർമ്മത്തിൽ നിന്ന് മുക്താവുക? അപ്പോൾ ബ്രഹ്മാദി ഈച്ച എറുമ്പോളം എല്ലാവരും കർമ്മബന്ധിതന്മാരാണ്. വിളിച്ചായ കോഴി അതിൻ്റെ പണി നോക്കും, എറുമ്പ് അതിൻ്റെ പണി നോക്കും ഇല്ലേ. അപ്പം എല്ലാവർക്കും കർമ്മബന്ധമുണ്ട്, ജീവികൾക്കടക്കമുണ്ട് എന്നർത്ഥം, അതുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ പറയണ ഏന ഇതിന് ആദിയിൽ കൽപ്പാതി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കർമ്മം എന്താ, അതാണ് ഇവിടെ പറഞ്ഞത്. ബ്രഹ്മാവിൻ്റെ കർമ്മം വലിയ കർമ്മമാണ്, ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുക, അത്രയേ ഉള്ളൂ. ചിലർക്ക് വലുതാവും, ചിലർക്ക് കുറേ കർമ്മബന്ധമാണ് ഈ ലോകത്തിൽ, അത് നിയമമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവിന് ഈ ലോകം എങ്ങനെ സൃഷ്ടിക്കണം എന്നൊരു ചിന്ത വന്നു. വലിയ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കൽപ്പനകൾ ഇതിനകത്ത് ചെയ്യണം, അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ആദ്യം അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കണം, പിന്നെ അത് നടപ്പാക്കണം, രണ്ടും ബുദ്ധിമുട്ടാണ്. ഈ വീടിൻ്റെ പ്ലാന് വരയ്ക്കണവർ പറയും പ്ലാന് വരയ്ക്കുകയാണ് കേട്ടോ കൂടുതൽ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ വരച്ച് കഴിഞ്ഞാൽ കെട്ടണവർക്ക് അതനുസരിച്ച് കെട്ട് വേണ്ടു, ഇത്രയല്ലേ വേണ്ടു. നേരെ മറിച്ച് ഇത് എത്ര മണിക്കൂറുകളോളം ആലോചിച്ചാൽ ഇയാൾ ഈ പ്ലാൻ ഉണ്ടാക്കണം, കണക്ക് നോക്കണം ഇല്ലേ, അതൊക്കെ ശരിയായോ നോക്കണം, ഉടമസ്ഥൻ്റെ അഭിപ്രായമായിട്ട് യോജിപ്പിക്കണം, അളവ് തെറ്റരുത്, സ്ഥാനം തെറ്റരുത്, മൊത്തത്തിൽ ഇതിനെ എത്ര റൂമുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. പ്ലാൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അയാൾ കുറച്ച് ഫീസ് അധികം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടണ്ട. പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അല്ലേ. അപ്പം അതേപോലെ ആദ്യം ബ്രഹ്മാവിന് എന്താ വേണ്ടത്, ലോകത്തിൻ്റെ കൽപ്പന ചെയ്യണം, പിന്നെ അത് നടപ്പാക്കും വേണം. രണ്ടും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അപ്രകാരം വിഷമിച്ചു അദ്ദേഹം എന്നാണ് ഇവിടെ പറയണത്. കൽപ്പാദികളായ ശാസ്ത്രങ്ങളോട് കൂടിയതും അസാധാരണമായിട്ടുള്ള മാഹാത്മ്യമുള്ളതും ആയ വേദവാണി അദ്ദേഹത്തിന് കേൾക്കാൻ തരായി എന്നാണ്. വേദങ്ങളിലാണ് എല്ലാ പ്രപഞ്ച രഹസ്യവും പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നമ്മുടെ എല്ലാ സംഹിതകളുടെയും റൂട്ടായിട്ടുള്ള ആദിമൂലം വേദമാണ്. അത് ബ്രഹ്മാവിന് ഭഗവാൻ തന്നെ പ്രകാശം ചെയ്തു കൊടുത്തു. ഇവിടെ സരസ്വതി എന്ന വാക്കിൻ്റെ അർത്ഥം വേദവാണി എന്നാണ്. കണ്ടില്ലേ, സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാക്ക്. സരസ്വതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂർത്തിയേ അല്ല ഇവിടെ, വേദം. അപ്പോൾ വേദസംഹിതകൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. തന്നെ ബ്രഹ്മാവിനാണ് തോന്നി ഇന്ന വിധത്തിലൊക്കെ ഉണ്ട് സൃഷ്ടിച്ചോളൂ. അപ്പം അതാരാണ് പ്രകാശിപ്പിച്ച് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നതാണ്, ഈ പഠിച്ചുണ്ടാക്കി ഇതൊന്നുമല്ല. അതൊരു കഥ വേറെ. അപ്പോൾ ആ സരസ്വതി ആ വേദജ്ഞാനം തന്നെ ആസ്യത എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിന്ന്, ആസ്യം എന്ന് പറഞ്ഞാൽ മൂക്കാണ്, ആസ്യത എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിന്ന് ആ വേദം ഭഗവത് പ്രേരണ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടു. ഋഷീണാം ഋഷഭ, ഋഷികളുടെ ശ്രേഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവ് എന്തുണ്ടായി, എൻ്റെ നേർക്ക് പ്രസാദിക്കണം. ആ ഈശ്വരൻ സുഖമഹർഷി പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ ബ്രഹ്മാവിന് വേദജ്ഞാനം ഉണ്ടായത്. കണ്ടോ, പഠിച്ചിട്ടില്ല, ഗുരുനാഥൻ ഉണ്ടോ ബ്രഹ്മാവിന്, അതും കൂടി ഇല്ല. ഒക്കെ ഗുരുറ്റ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. കുറേ കാലം പഠിച്ചിട്ടുണ്ടോ, അതും ഇല്ല, ധ്യാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പഠിച്ചതുകൊണ്ടാണ് അറിവ് എന്ന് പറയാൻ വയ്യ. പഠിച്ചതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല, ഇടയ്ക്ക് പഠിക്കാതെ ഉണ്ടാവും ചെയ്യും. അപ്പം അത്തരത്തിൽ ബ്രഹ്മാവിന് ഏതൊരു ഭഗവാനാണോ ജ്ഞാനം പ്രകാശിപ്പിച്ചത്, ആ ഋഷികളുടെ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ എൻ്റെ നേരെയും ഭഗവൻ മാഹാത്മ്യം പറയാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. പ്രചോദിത ഏന പുരാ സരസ്വതി വിതന്വദാജസ്യ സതി പ്രതിം ഹൃദി. സതീം എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ ആഗ്രഹിക്കുന്ന എന്നർത്ഥം. സതീം സൃഷ്ടിയെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന. സ്വലക്ഷണ പ്രാദുരവുക്കിലാസ്യത, ഏതൊരു മുഖത്തിൽ നിന്ന് ഏതൊരു ഭഗവാൻ, ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് ഏതൊരു ഭഗവാൻ വേദജ്ഞാനത്തെ പ്രകാശിപ്പിച്ചുവോ, ആ ഋഷികളുടെ ശ്രേഷ്ഠനായിട്ടുള്ള, ഋഷിമാർക്ക് മാന്യനായിട്ടുള്ള ഭഗവാൻ എനിക്കും ഭഗവാന്റെ മഹാത്മ്യം ഉണ്ടാവാനുള്ള പറയാനുള്ള കഴിവ് ഉണ്ടാക്കിത്തരണേ. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഭഗവാന്റെ മഹാത്മ്യം പറയാൻ തുടങ്ങിയ അങ്ങോട്ട് ഇരുന്നാൽ നടക്കുന്നില്ല കേട്ടോ. അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടേ സാധിക്കുള്ളൂ. ഭൂതേർമഗദ്ഭിർമഹിമാ പുരോ വിഭുർ നിർമായശേദേ ഇതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കിഷിഷ്ട ഭഗവാൻ ഭജാംസി മേ.
വാക്കുകൾക്ക് ഈ അലങ്കാര ശക്തി കിട്ടണമെങ്കിൽ എല്ലാറ്റിനും അലങ്കാരങ്ങളുണ്ട്. വീട് നന്നാവണമെങ്കിൽ അലങ്കരിക്കുക, ബർത്ത്ഡേക്ക് അലങ്കരിക്കുക, ആനയെ അലങ്കരിക്കുക, നെറ്റിപ്പട്ടം കെട്ടിയിട്ടല്ലേ. അപ്പം ഇങ്ങനെ ഓരോന്നിനെ അലങ്കരിക്കണ പോലെ നമ്മുടെ വാക്കുകൾക്കൊരു അലങ്കാരമുണ്ട്. അതെന്താ? അത് കേൾക്കണവർക്ക് ആസ്വാദ്യമാവുക, അത്ര തന്നെ. കേൾക്കണവർക്ക് ആസ്വാദ്യമല്ലെങ്കിൽ അത് എത്ര സാഹിത്യപരമായിട്ടുള്ള വാക്കുകളായിട്ടും കാര്യമില്ല, വ്യാകരണപരമായിട്ട് കൃത്യമായിട്ടും കാര്യമില്ല. അത് ലേശം കുറഞ്ഞതുകൊണ്ടിട്ട് കുഴപ്പമില്ല. വ്യാകരണം ചില്ലറ തെറ്റ് പറ്റുക ആയിക്കോട്ടെ, കേൾക്കണവർക്ക് ആസ്വാദ്യമാവണം. ജ്ഞാനപ്പാനയിൽ അതാണ് മാഹാത്മ്യം. ജ്ഞാനപ്പാനയുടെ മാഹാത്മ്യം വലിയ ഗ്രാമറോ വാക്കോ ഒന്നും ഇല്ല, അതിൽ ചത്തുപോകുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കണം. പക്ഷെ അതിന്നും ആൾക്കാർ പാടുന്നു, ദിവസേന ഗുരുവായൂർ ദിവസത്തിൽ വെക്കണോ അല്ലേ. അപ്പോൾ ആ വാക്കുകളുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആസ്വാദ്യതയാവുക. അതാണ്. കേൾക്കണവർക്ക് അവിടെ ഇരിക്കണം, കേൾക്കണം എന്നാണ് തോന്നുക. അതുതന്നെയാണ് വാക്കുകളുടെ സ്വലങ്കിഷിഷ്ട ഭഗവാൻ ഭജാംസിമേ. ആ ഭഗവാൻ എൻ്റെ വാക്കുകൾക്ക് അലങ്കാര ഭംഗി ഉണ്ടാക്കി തരേണമേ. ഭംഗി എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ് കേട്ടോ, മലയാളമല്ല. ഭംഗി, ഭംഗിയ, സംയതം ചാരു ഭംഗിയ, നാരായണീയത്തിലെ ഭംഗി എന്ന് പറഞ്ഞാൽ സംസ്കൃതം. അപ്പോൾ ആ വാക്കുകൾക്ക് ഭംഗി ഉണ്ടാക്കി തരേണമേ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയാണ്? മഹദ്ഭി ഭൂതൈ വിഭു, മഹത്തുക്കളുടെ ഭൂതങ്ങളാൽ വ്യാപകനായ യാതൊരുവൻ. മഹത്തുക്കളെ പഞ്ചഭൂതങ്ങൾ, മഹത്തുക്കളുടെ ഭൂതങ്ങളാൽ ഏതൊരുവൻ ഈ ശരീരങ്ങളെ നിർമ്മിച്ചിട്ട്, പുരം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരമാണ്. ആന, അമീബ മുതൽക്ക് വലിയ ശരീരം, ആനാഹിമംഗലം മുതലായിട്ടുള്ള വലിയ ശരീരം മുതൽ ഈച്ചയും എറുമ്പും കാണാൻ പറ്റാത്ത ശരീരം വരെയുള്ള ശരീരം ഏതൊരു ഭഗവാനാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, അത്ര തന്നെ മതി ഭഗവാന്റെ മഹാത്മ്യം അറിയണമെങ്കിൽ അല്ലേ. തരം ശരീരങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലുള്ളത്, രണ്ട് കാലുള്ളത്, നാല് കാലുള്ളത്, അനവധി കാലുള്ളത് അല്ലേ. കൽക്കുന്നൻ്റെ ഇതൊക്കെ അനവധി കാലുള്ളതാണ്. പാമ്പിന് വെച്ചാൽ കാലുമില്ല. അപ്പോൾ കാലിനെ അനുസരിച്ചിട്ട് തന്നെ സൃഷ്ടിയെ ക്ലാസിഫൈ ചെയ്താൽ എത്ര തരമുണ്ട്. ഈ ജീവികളുടെ ഇണ ചേരണ വിധം, ഇര തേടണ വിധം, നടക്കണ വിധം, അവർ ഭക്ഷിക്കണ വിധം ഒക്കെ നോക്കിയാൽ എത്ര 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 തരം ജീവജാലങ്ങളാണ് ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. നമുക്ക് കൽപ്പന ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ അതിൻ്റെ പ്രാധാന്യം. ഇമാപുര, ഈ ശരീരങ്ങളെ, എന്നാൽ ഈ ശരീരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു കോമണാണ്. എല്ലാറ്റിനും വേണം ഭക്ഷണം, വിസർജനം, വംശവർദ്ധനം അല്ലേ, ഉറക്കം, അതിന് ഇര തേടാനുള്ള പ്രവൃത്തി, ഇതൊക്കെ എല്ലാ ശരീരങ്ങളിലും ഒന്നാണ്. ആ വാസന വിധം മാറും. പക്ഷേ ഈ വാസന എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ ഉണ്ടാക്കണം എന്നില്ലേ, എന്നിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സമ്പാദിക്കണം. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അത്രയും ശരീരങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഭഗവാന്റെ മാഹാത്മ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഈ മാപുര ശരീരങ്ങളെ നിർമ്മിച്ചിട്ട് ദഹനപ്രക്രിയ, ഉറക്കം, വംശവർദ്ധന, ഇണചേർ, ഇങ്ങനെ എല്ലാതും എല്ലാ ശരീരങ്ങളിലും സൃഷ്ടിച്ചിട്ട് ഏതൊരു ഭഗവാനാണ് പുരുഷൻ ഇതുകളിൽ ശേതേ ശയിക്കുന്നു. ശേതേ ഷോഡശാത്മക 16 തത്വങ്ങളുടെ ആത്മസ്വരൂപമായിട്ട് ഭുജിക്കുന്നു. ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കണമേ, കേൾക്കുന്നവർക്ക് അത് ആസ്വാദ്യത ഉണ്ടാക്കി തരേണമേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 16 കല എന്ന് ആയിട്ട് ആസ്വദിക്കണമെന്നാണ്. 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 11 + 5 16. വേറെ തരത്തിലും പറയാം കേട്ടോ. ഈ കലകളും തത്വങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും കൂട്ടിച്ചേർത്തിട്ടൊക്കെ ആക്കാം. എന്തായാലും 11 ഇന്ദ്രിയങ്ങൾ, അതാ 11, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സ്. നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മനസ്സാണ് 11ാമത്തെ ഇന്ദ്രിയം. അതാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ 16 കലകളോട് കൂടിയിട്ട് ആത്മാവായിട്ട് ഈ ശരീരങ്ങളിൽ മുഴുവനും എത്ര കോടി ശരീരങ്ങളുണ്ട്, എത്രയോ 86 ലക്ഷം സൃഷ്ടിയിട്ടുണ്ട് അത്ര ലോകത്തിൽ. അവയുടെ ഉള്ളിൽ ഇരുന്ന് അനുഭവിക്കുന്നത് ഒരൊറ്റ ആത്മാവാണ്. ആലോചിച്ച് നോക്കിയാൽ ഒറ്റ ആത്മാവാണ്, പല ആത്മാക്കളല്ല. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശക്തി, വിഭൂതി, പ്രഭാവം, മാഹാത്മ്യം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചെത്തോ.
ഇത്രയും ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് 16 കലകളായിട്ട് പഞ്ചഭൂതങ്ങൾ, അതുകൊണ്ടാണല്ലോ ശരീരം ഉണ്ടാവുന്നത്. പഞ്ചഭൂതങ്ങൾ പ്ലസ് 11 ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സ്, അതുകൊണ്ട് അനുഭവിക്കുന്നത് ആ ഭഗവാനെ സ്വാധീനപ്പെടുത്തിയാൽ എന്താ സാധിക്കാത്തത്? എന്തും സാധിക്കും. കാരണം ലോകം മുഴുവൻ നടത്തുന്നത് ആ ഭഗവാനാണ്. അതിനെ അതായിട്ട് ഉൾക്കൊണ്ട് അറിഞ്ഞ് ഉപാസിച്ച് നമ്മൾ സാക്ഷാത്കരിക്കാൻ പഠിക്കണം, അത്രയേ വേണ്ടൂ. ഇപ്പോൾ പണ്ടുള്ളവരുടെ ആ ഒരു ബുദ്ധി എത്രയുണ്ട്. ഏറ്റവും വേടേണ്ട കാര്യമായിട്ട് നേടിയാൽ മതി എന്നാണ്, ബാക്കിയൊക്കെ ശരിയായിക്കോളും. ഇനിയിപ്പോൾ അതാണ്ടില്ല വെച്ചാൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അത് ഈ ലോകത്തിൽ ആർക്കും ഒരു സംതൃപ്തി ഇല്ലാത്തത്. കുറേ അത് ചെയ്ത് വെക്കും, കുറേ അത് ചെയ്ത് വെക്കും, കുറേ അത് നേടി വെക്കും, കുറേ ഇത് നേടി വെക്കും. ഒറ്റ ആളുടെ മുഖത്ത് സംതൃപ്തി ഇല്ല. ഉണ്ടോ? എന്താ കാരണം? അവരാ സ്വാധീനമാക്കേണ്ടതിനെ സ്വാധീനിച്ചിട്ടില്ല. നേരെ മറിച്ച് ഒരുപാട് സൗകര്യങ്ങളില്ലാത്ത കുറേ ഋഷിമാരും കുചേലിനെ പോലെ ഒരു ധനവും കയ്യിലില്ലാത്തവരും പണ്ട് ആനന്ദം അനുഭവിച്ചിരുന്നു. എന്താ കാരണം? ആ വേണ്ടത് എന്താ വെച്ചാൽ അതുമ്പിൽ പിടിച്ചിട്ടുണ്ട് അവർ. ആ വേണ്ടതായിട്ടുള്ള പ്രധാന ആണിക്കല്ലിൽ പിടിച്ചു. പിന്നെ ബാക്കിയുള്ളതില്ലെങ്കിൽ എന്താ? ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കണമേ, ഇതാണ് മനസ്സിലാക്കിയാൽ മതി. വേറൊന്നും മനസ്സിലാക്കാനില്ല എന്ന് പറയണം. ഏതൊന്നിനെ അറിഞ്ഞിട്ട് ഇനിയൊന്നും അറിയേണ്ടതായിട്ടില്ലയോ അർജുന, അതാണ് എന്നെക്കുറിച്ചുള്ള ജ്ഞാനം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഭുക്തേ ഗുണാൻ ഷോഡശാത്മക 16 എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം പ്ലസ് 10 ഇന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സ്. 10 ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് 16, പ്ലസ് ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൂടിയിട്ടാണ് 16. ആ ഭഗവാൻ ഈശ്വര മാഹാത്മ്യം പറയണമെങ്കിലും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണം, അല്ലാണ്ട് അതൊന്നും പറയാൻ സാധിക്കില്ല, നാളിക്ക് എത്തില്ല. ഇനി വീണ്ടും നമസ്കരിക്കൂ. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യം എന്മുഖാംബുരുഹാസവം. ഏതൊരു അച്ഛനായിട്ടുള്ള വ്യാസനാണ് എനിക്ക് ഈ അറിവെല്ലാം തന്നത്? സുഖമഹർഷി അച്ഛനെ സ്മരിക്കുകയാണ്. വ്യാസായ അമിത തേജസേ. ചില ശ്ലോകങ്ങൾ വാസുദേവായ വേദസേ എന്നുണ്ട് കേട്ടോ. രണ്ടും തെറ്റൊന്നുമില്ല, രണ്ടിലും അർത്ഥം ശരിയാവും. പക്ഷേ സാന്ദർഭികമായിട്ട് എടുക്കുമ്പോൾ വ്യാസായ അമിത തേജസ്സേ ശരിയാവുക എന്നാണ് അറിവുള്ളവർ പറയണം കേട്ടോ, നമ്മളല്ല. എന്താ കാരണം? ഇവിടെ ആരെ സുഖമഹർഷി നമസ്കരിച്ച? സ്വന്തം അച്ഛനെയാണ്. വപ്പപുർ ജ്ഞാനമയം സൗമ്യം, ആ അച്ഛനാണ് ഈ അറിവെല്ലാം എനിക്ക് തന്നത്. അത് വലിയൊരു അറിവാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിലല്ലേ. പിതുക്കളിൽ നിന്ന് കിട്ടേണ്ടത് ഏറ്റവും ഇങ്ങനത്തെ അറിവ് അത്രയും ഉണ്ടാവുക. ഞാൻ പറയുക, എൻ്റെ അച്ഛൻ എല്ലാ മക്കൾക്ക് കൊടുത്തതിനേക്കാളും ഷെയർ എനിക്ക് തന്നിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി ഞാൻ പറയും. ഭൂമിയോ ബാങ്ക് ബാലൻസോ വസ്തുക്കളോ ഒന്നുമല്ല അദ്ദേഹം എനിക്ക് തന്നിരിക്കണം, അതൊക്കെ തന്നെ. അപ്പോൾ ഒരു അച്ഛനെ ഏറ്റവും ഒരു മകന് കൊടുക്കാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അപ്പം അതിവിടെ സുഖമഹർഷി ഓർക്കുന്നു. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം, ഭഗവാനായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പം ഈശ്വരനാണെന്ന് തെറ്റായാലും ഒരു അതിശയോക്തിയില്ല. അവനെ സൃഷ്ടിക്കുന്നത് അവരാണല്ലോ, അവരിൽ നിന്ന് സൃഷ്ടികർത്താവാരാ? ഈശ്വരൻ. നമസ്തസ്മൈ ഭഗവതേ വ്യാസായ അമിത തേജസേ. സാധാരണയിൽ കവിഞ്ഞ തേജസ്സുള്ള ആ പിതാവിനായിക്കൊണ്ട് നമസ്കാരം. പപുർജ്ഞാനമയം സൗമ്യ. ഏതൊരുവനിൽ നിന്നാണോ ഈ അറിവ് എനിക്ക് കിട്ടിയത്, ഏതൊരു മുഖത്തിൽ നിന്നാണോ ഈ അറിവ് എനിക്ക് കിട്ടിയത്, അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗുരു അച്ഛനാണ്. അങ്ങനെ നമസ്കരിച്ചു. ഏതദേവാത്മഭൂരാജന്നാരദായ പിപൃച്ഛതേ വേദഗർഭോപ്യതാ സാക്ഷാത് യഥാഹരിരാത്മന. ഹേ രാജാവേ, പറയുകയാണ് പരീക്ഷത്തിനോട്, വാസുദേവൻ ഹരി വാസുദേവൻ ആത്മന തനിക്ക് ബ്രഹ്മാവിന് യാതൊന്നിനെ പറഞ്ഞു കൊടുത്തുവോ ഉപദേശിച്ചുവോ. വേദഗർഭ, വേദത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന ആത്മഭൂ ബ്രഹ്മാവ്. ബിഭൃച്ഛത്തെ, ചോദ്യം ചെയ്ത നാരദർക്കായി കൊണ്ട് അപ്യതാത് പറഞ്ഞു. പറയുകയാണ്, എനിക്ക് അച്ഛൻ ഉപദേശിച്ചു. പക്ഷേ ഇത് അച്ഛൻ്റെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുമ്പ് എത്രയോ ആളുകൾ ഈ വിഷയം
ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛൻ്റേതായ ഒന്നുമല്ല, മറിച്ച് നാരദന് പണ്ട് ബ്രഹ്മാവ് ഇതേ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അച്ഛൻ ഉൾക്കൊണ്ട് എനിക്ക് പറഞ്ഞു തന്നത്. യഥാർത്ഥ തത്വമാണ് പറഞ്ഞു തന്നത്. നാരദന് ബ്രഹ്മാവ് ഇത് പണ്ട് ഉപദേശിച്ചു കൊടുക്കേണ്ടായി. ഈ ബ്രഹ്മനാരദ സംവാദത്തിലേക്കാണ് കിടക്കുകയാണ്. അടുത്ത അധ്യായം ബ്രഹ്മനാരദ സംവാദമാണ്. അതിനെയാണ് അടുത്ത ഒരു അധ്യായത്തിൽ പറയുന്നത്. ആത്മഭൂ ബ്രഹ്മാവ് ഏതദേവ ആത്മഭൂരാജൻ, രാജൻ സംബോധന. ഏതദേവ ആത്മഭൂരാജൻ നാരദായ വിവൃച്ഛതേ. നാരദൻ വെറുതെ അതും ഇതൊന്നും അല്ല അച്ഛനോട് ചോദിച്ചത്. ലോകകാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാശുണ്ടാക്കാനുള്ള മാർഗമൊന്നും നാരദൻ ചോദിക്കില്ലല്ലോ. ആത്മതത്വത്തെക്കുറിച്ചും ഈശ്വര മഹാത്മ്യത്തെക്കുറിച്ചും തൻ്റെ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ശരിയായിട്ടുള്ളതേ പറയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടാവുകൊണ്ടാണ് ചോദിച്ചത്. അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതാണ് ബ്രഹ്മനാരദ സംവാദം. വേദഗർഭോ യഥാത് സാക്ഷാത് യഥാഹരിരാത്മന. ആ നാരദനായിക്കൊണ്ട് തൻ്റെ അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള കാര്യം ആണ് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നത്. ഞാനത് അങ്ങയോട് പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരേ തത്വം തന്നെയാണ് കൈമാറിയിട്ട് പരമ്പരയായിട്ട് ഈ ലോകത്തിൽ പോകുന്നത്. ആ തത്വത്തിന് മാറ്റമില്ല. പറയണ ആൾക്കാർ മാറും, കേൾക്കണ ആൾക്കാർ മാറും, പറയണ വിധം മാറും, പക്ഷെ സംഗതി മാറില്ല എന്നർത്ഥം. ഞാൻ അധ്യായം 1 പാരായണം ചെയ്യാം. അത ചതുർത്ഥോധ്യായ സൂത ഉവാച വയ്യാസകേ ഇതി വചത്തത്വനിശ്ചയമാത്മന ഉപധാര്യമതിം കൃഷ്ണേ ഔത്തരേയസ്വതിം യഥാത് ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു രാജ്യേ ച അവികലേ. അവികലേ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ, വികലമല്ലാത്തത് എന്നാണ്. വികലമല്ലാത്തത് എന്താ? വികലമല്ലാത്തത് പൂർണ്ണമായത്. രാജ്യേ ച അവികലേ നിത്യം വിരൂഢം മമതാം ജഹു. എല്ലാ മമതയെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഈ ലോകത്തിലൊന്നിനോടും തനിക്ക് താല്പര്യമില്ല. പപ്രച്ചേ മമേ വാർത്തം മെന്മാം പൃച്ഛത തത്തമാ കൃഷ്ണാനുഭാവശ്ചവണേ ചാനോമകാമനാ സംതാം വിജ്ഞായ സന്യസ്യ കർമ്മത്രേവർക്കികം ജയൽ വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗദാ രാജോ വാച സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഖ തമോ വിശീദ്യതേ മഹ്യം ഹരേ കഥയതക്കഥാംബൂയ ഏവ വിസ്വാമി ഭഗവാനാത്മമായ യഥേദം സൃജതേ വിശ്വം ദുർവിഭാവ്യമധീശ്വരൈ യഥാ ഗോപായതി വിഭുർ യഥാ സംരക്ഷതേ പുനഃ യാം യാം ശക്തിമുപാശ്രിത്യ പുരുശക്തി പരപ്പുമാൻ ആത്മാനം ക്രീഡൻ കരോതി വികരോതി യാ നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേ അദ്ഭുതകർമ്മണ ദുർവിഭാവ്യമിവാപാദിക്കവിച്ചാഭിചേഷ്ടിതം യഥാ ഗുണാന്തു പ്രകൃതിരുഗവക്രമശോഭിവാ വിവർത്തി ഭൂരിശസ്തേക കുർബൻ കർമാണി ജന്മഭി വിജിഗത്തിതമേതന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാത പരസ്മിഞ്ച ഭവാൻ ഖലു സുഹൃത ഉവാച തിബാ മന്ത്രിതോരാജ്ഞാ ഗുണാനുഗതനേ ഹരേ ഋഷീകേശം അനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ ശീശിക ഉവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ തദ്ഭവസ്ഥാന നിരോധലീലയാ ഗഹീതശക്തിത്യതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവത്മനി ഭൂയോ നമത്തദ്വിജിനച്ഛിദേ സുധാ അസംഭവായാഖില തത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാം അനുവൃഗ്യദാശുഷേ. നമോ നമസ്തേ ഋഷഭായ സത്വതം. ഇവിടെ നമോ നമസ്തേ സ്തു ഋഷഭായ രണ്ടു വാക്ക് കൂടി ചേരുമ്പോൾ സ്തൃഷ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ സ്തൃ എന്ന് വായിക്കണം. അല്ലെങ്കിൽ നമസ്തേ സ്തു പ്ലസ് ഋഷഭായ. നമസ്തേ സ്തൃ ചേറെ കൂട്ടക്ഷരങ്ങൾ സ ത വ എന്നിട്ട് എന്നുണ്ട്. ഇപ്പം നോക്കൂ, നമസ്തേ സ്തൃ, നമസ്തേ സ്തു, നമസ്തേ പ്ലസ് അസ്തു പ്ലസ് ഋഷഭായ 3 കൂട്ടിച്ചേരലുണ്ട്. നമസ്തേ സ്തു ഋഷഭായ എന്ന് വായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമസ്തേ സ്തൃ ഒന്നിച്ച് വായിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. നമസ്തേ സ്തൃഷഭായ, നമസ്തേ സ്തു പ്ലസ് ഋഷഭായ, നമസ്തേ സ്തു ഋഷഭായ സത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരത്യതാമ്യാതിശയേന രാധസാ സദാമനി ബ്രഹ്മണി രംസ്യതേ നമ. യക്കീർത്തനം യത്മരണം യതീക്ഷണം യത്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സത്യോ വിദിനോതി കൽമഷം തസ്മേ സുഭദ്രശ്വസേ നമോ നമ. ഭദ്രശ്വസ മംഗളം നൽകുന്നവൻ.
വിചക്ഷണായ ചരണോപസാദനാസംഗം വിദസ്യോപേദന്തനാത്മനാ വിന്ദന്തി ബ്രഹ്മഗതിംഗതക്ലമാ തസ്മൈ സുഭദ്രശ്വസേ നമോ നമഃ. തപസ്സിനോ ദാനവരായശസ്സിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗള ക്ഷേമന്ന വിന്ദന്തി വിനായ തർപ്പണം തസ്മൈ സുഭദ്രശ്വസേ നമോ നമഃ. തപസ്സായിക്കോട്ടെ, ദാനായിക്കോട്ടെ, വേറെ എന്ത് സൽക്കർമ്മമായിക്കോട്ടെ, ഈശ്വര അർപ്പണം ഇല്ലെങ്കിൽ ഒക്കെ നിഷ്ഫലം. ഇപ്പം എല്ലാ കർമ്മങ്ങൾക്കും ബലം കൊടുക്കുന്നവനേനോ ആ ഭദ്രസഹസിനായിക്കൊണ്ട് നമസ്കാരം. കിരാത ഗുണാന്ത പുളിന്ത വിൽക്കസ ആഭീരകങ്കായ വനാകസാദയാ ഏനേച പാപായ ദുവാശയാശയാസിത്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ. സയേഷാത്മാത്മവദാമതീശ്വരത്രയമയോ ധർമ്മമയത്തപോമയ വിദഗ്കളീകർ അജശങ്കരാദിപർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അജശങ്കരാദിപർ വിതർ അവരൊക്കെ ഭജിക്കണത് ഈശ്വരനെയാണ്. വിതർക്കലിംഗോ ഭഗവാൻ പ്രസീദതാം ശ്രീയപ്പതിർ യജ്ഞപതി പ്രജാപതി ദിയാമ്പതിർ ലോകപതിർ ധരാപതി പതിർഗതിച്ചാന്തകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. യദംഗ്രിയഭിധ്യാന സമാധിത ഉദയാനുപശ്യന്തി തത്വമാത്മനാ വദന്തി ചേതക്കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം പ്രചോദിത ഏന പുരാ സരസ്വതി വിദന്നദാജസ്യ സരിത്പ്രതിഹൃതി സുലക്ഷണാം പ്രാതുരപുർക്കിലാർച്ചരസമേ ഋഷീണാം ശബപ്രസീദതാം. അറിവെങ്ങനെ ഈശ്വരനെ വച്ചിരുന്നുണ്ടാവുക, പഠിക്കുന്ന വേണ്ടതെന്നാണെങ്കിൽ ഏറ്റവും വലിയ അറിവും ബുദ്ധിമുട്ടുള്ളതുമാണ് വേദം. ചില്ലറ അറിവൊന്നും പോരാ വേദം പഠിക്കണമെങ്കിൽ. സാധാരണക്കാർക്കൊന്നും വേദം അറിയില്ല, പക്ഷേ കട്ടിയുള്ളതാ. അതും കൂടി സ്വാധീനമായി ബ്രഹ്മാവിന്. എവിടെയെങ്കിലും പോയി പഠിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ബ്രഹ്മാവ് വേദം പഠിച്ചിട്ടൊന്നുമില്ല, തന്നെ പ്രകാശിച്ചതാണ്. ആണ് ഇവിടെ പറഞ്ഞത്. പ്രചോദിതായേന പുരാ സരസ്വതി. ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് വേദങ്ങൾ ബ്രഹ്മാവിന് തന്നെ ഇങ്ങോട്ട് പ്രകാശിച്ചത്. ആ ഭഗവാൻ എൻ്റെ നേരെ ഋഷികളുടെ യോഗ്യൻ മാന്യനായിട്ടുള്ള ഭഗവാൻ, ഋഷികൾക്ക് മാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ഭഗവാൻ എൻ്റെ നേരെയും പ്രസാദിക്കണേ. അറിവുണ്ടായിട്ടും കാര്യമില്ല, അത് ആ സമയത്ത് പ്രകടിപ്പിക്കണം വെച്ചാൽ ഈശ്വരാനുഗ്രഹം വേണം, വേണ്ടേ? അതാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഭൂതേത്മകത്പിപ്പൈമാപുരോ വിപുർ നിർമ്മായ ശേതേതമോഷു പൂരുഷ പുങ്ക്തേ ഗുണാൻ ഷോടച്ചോടച്ചാത്മകത്തോലങ്കുശിഷ്ട ഭഗവാൻ വചാംസിമേ. എൻ്റെ വാക്കിനെ അലങ്കരിക്കണമേ. ഭഗവാൻ കിടന്ന് കളിച്ചാലേ വാക്കിന് തന്നെ തേജസ് ഉണ്ടാവുള്ളൂ. അതാണ്. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേദസേ പപുർജ്ഞാനമയം സൗമ്യ എന്മുകാംബുരുകാസവം ഏതദേവാത്മഭൂരാജന്നാരദായ വിപൃച്ഛതേ നാരദായ വിഭൃച്ഛതേ വേദഗർഭോപ്യതാക്ഷാലതാഹ ഹരിരാത്മനാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദ്വിതീയസ്കന്ധേ ചതുർത്ഥോധ്യായ. അടുത്തത് ബ്രഹ്മനാരദ സംവാദ 5-ാം അധ്യായം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.